ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ അൽ എമിറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലാണ്. വളരെ വലിയൊരു പാർക്കാണ്. മരുഭൂമിക്ക് നടുവിൽ കെട്ടിപ്പടുത്ത വലിയൊരു പാർക്കാണ്. ഒരുപാട് മരങ്ങളും കണ്ടില്ലേ, എൻ്റെ പുറകിൽ കുറേ കിളികളുടെ ശബ്ദങ്ങളൊക്കെ. അബുദാബി സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ബസ്സിന് വരികയാണെങ്കിൽ. 10 ദിർഹംസാണ് ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. വളരെ വലിയൊരു പാർക്കാണ്. ഈ പാർക്കിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകാം. അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെ കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇവിടെ ഇവർ നല്ലപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പല ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടനുകളുണ്ട്. വളരെ വലിയൊരു പാർക്കാണ്. അതിൽ കുറേ സ്ഥലത്ത് പൂന്തോട്ടങ്ങൾ ഇവർ നല്ലപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പല സ്ഥലത്ത് ഇതുപോലെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് തരിശായി കിടക്കുന്ന മരുഭൂമിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ പക്ഷികളൊക്കെ ഉണ്ട്, ദേശാടന പക്ഷികളൊക്കെ തോന്നുന്നു. ഇപ്പം രാവിലെ 9 മണി ആയിട്ടേ ഉള്ളൂ. ഒരുപാട് പേരിവിടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാർക്കിനകത്ത് ഒരു ഷെയ്ഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തൊരു സംഭവമാണ്. അവിടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വലിയൊരു ഏരിയ കേട്ടോ. മറ്റും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ജിമ്മ് കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു ഏരിയ ആണ്. എത്രയോ ഹെക്ടറാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ. വളരെ മനോഹരമായിട്ടാണ് ഇവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ വളരെ മികച്ചൊരു ഡിസൈനാണ്. ഒരു പ്രത്യേക തരം ആകൃതിയിലാണ് അതിൻ്റെ റൂഫ് മെറ്റൽ കൊണ്ട്
ചെയ്തെടുത്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റേജാണ്. നമുക്ക് മുമ്പിൽ ആ കാണുന്നതാണ് ഷെയ്ഡ് ഹൗസ്. ഇങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ പല സ്ഥലത്തും ഇതുപോലെ ഓരോ ഫെൻസിങ് പോലെ ഓരോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഓപ്പൺ ഓഡിറ്റോറിയമാണിത്. വളരെ വലിയൊരു ഏരിയയിലാണ്. അതിൻ്റെ ഡിസൈൻ വളരെ മികച്ചൊരു ഡിസൈനാണ്, എടുത്ത് പറയേണ്ട ഒരു ഡിസൈൻ തന്നെയാണ്. ഇതാണ് ഷെയ്ഡ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അബുദാബി സിറ്റിയൊക്കെ കാണാം. പിന്നെ ഇതിനകത്ത് ഇവർ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതായത് മരുഭൂമിയിൽ ഇത്രയും നല്ലൊരു രീതിയിൽ അവരൊരു ഉദ്യാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പാർക്കൊക്കെ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ സജ്ജീകരിക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അതായത് നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഇതാണ് ഷെയ്ഡ് ഹൗസിലേക്ക് കാഴ്ച. ഇവിടെ മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. വാവ്, നമ്മളിപ്പോൾ ഷെയ്ഡ് ഹൗസിനുള്ളിലാണ്. ഇതിനകത്ത് ഇവർ ചെറിയ ചെറിയ പോണ്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിനകത്ത്. അബുദാബിയിലുള്ളവരെന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ ഒന്ന് കയറി നോക്കാം. സ്റ്റെയർ വഴി മുകളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. ഇതാണ് ഷെയ്ഡ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അബുദാബി സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ, അബുദാബി സിറ്റിയുടെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കാണാം. നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം. ഇതൊരു മരുഭൂമിയാണെന്ന് എന്തായാലും പറയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മറുഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിമിനിടയിൽ കൂടെ ഈ ഒരു ഭാഗത്ത് അബുദാബി സിറ്റി കൂടെ കാണാം. അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, കാട് പോലെ ഇവർ വെച്ച് പിടിപ്പിച്ച മരങ്ങളും ചെടികളൊക്കെയാണ്. ഞാനിപ്പോൾ ഷെയ്ഡ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഷെയ്ഡ് ഹൗസിന് മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മരുഭൂമിയിലാണെന്ന് ഒരിക്കലും തോന്നാത്ത വിധമാണ് ഇവരിവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പാർക്ക് അങ്ങനെ പരന്ന് കിടക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ പുറകിലൊക്കെ ഇവിടെ
വേറെ രീതിയിലാണ് ഇവർ പ്ലാൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ വലിയൊരു ഗാർഡനാണ്. അപ്പോൾ കുറേ ആക്ടിവിറ്റീസിനകത്തുണ്ട്. കുറേ മൃഗങ്ങളും അതുപോലെ ഈ വലിയ ആമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. കണ്ടില്ലേ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ എന്തായാലും അബുദാബി ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു പ്ലേസാണ്. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളെ മൈൻഡ് വളരെ നല്ല രീതിയിൽ റിലാക്സ് ആവും. അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുറേ അനിമൽസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ നടന്ന് പാർക്കിൻ്റെ മറ്റൊരു വശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ. ഇവിടെ ചെറിയൊരു പോണ്ട്, അതിനകത്ത് ചെറിയ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു ഫാമിലി അവരുടെ സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മക്കളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു മോഡേൺ തൊഴുത്ത്, അതിനകത്ത് കുറേ ആടുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പല ടൈപ്പ് ആടുകളൊക്കെയാണ്. ഇതൊരു പ്രത്യേക ടൈപ്പ് ഒരു ഇനം ആടുകൾ. ഇവിടെ വേറൊരു ടൈപ്പ് കണ്ടില്ലേ. അയ്യോ, അതുപോലെ ഇവിടെ 2 ഒട്ടകങ്ങളുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. കണ്ടില്ലേ, 2 ഒട്ടകം. നല്ല വൃത്തിയുള്ള ഒട്ടകങ്ങളാണ്. ആ കൂടിനകത്ത് ചെറിയൊരു കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. കുതിരയുണ്ട്, അപ്പുറത്ത് കഴുതയൊക്കെ ഉണ്ട്, കാണുന്നില്ല. അവർ തൊഴുത്ത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു തൊഴുത്താണ്. അതിനകത്ത് ആട്, അതുപോലെ മറ്റേ കുതിര, കഴുത, ഒട്ടകം, നല്ലൊരു സെറ്റപ്പ് കേട്ടോ. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ ആടൊക്കെ അധികം കാണാത്തൊരു കാഴ്ചയല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട്. അവർ പരിപാലിക്കുന്ന രീതി നല്ലൊരു എന്താ പറയുക, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പാർക്കിലൂടെ നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇത് നടന്ന് കണ്ടാൽ നമുക്ക് തീരില്ല, അത്രത്തോളം ഉണ്ട് പാർക്ക്. പക്ഷെ ഇവിടെ എത്തിയാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ശരിക്കും നല്ലപോലൊരു റിലാക്സ് ആവും. അതുപോലത്തെ ഒരു പ്ലേസാണ്. നമ്മൾ ശരിക്കും ഒരു കാടിനുള്ളിലൂടെ നടക്കുന്നൊരു പ്രതീതിയുണ്ട്. അതിലിടക്കൊക്കെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. അതായത് വിശാലമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ നിറച്ച് മരങ്ങളും, പിന്നെ എൻ്റെ ചുറ്റിലും നിങ്ങൾക്ക് കേൾക്കാം കിളികളുടെയൊക്കെ ശബ്ദങ്ങൾ. അതുകൊണ്ട് നമുക്ക് നാട്ടിലെത്തിയൊരു ഫീലാണ്. നാട്ടിലെ പല സ്ഥലങ്ങളിലൊക്കെ പോയ ഫീലാണ് നമുക്ക് ഇവിടെ എത്തിയുണ്ടാവുക. അതുപോലെ ഈ സ്ഥലത്ത് പല പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഓപ്പൺ സ്റ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാതെ ആളുകളൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷനും അതുപോലെ അവരുടെ ചെറിയ ഒത്തുചേരലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിനുള്ള ഇതും കൂടി ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ ഇവിടെ നടത്താം. നമ്മളൊരു സ്ഥലത്ത് കണ്ടു, അവിടെ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്.
പിന്നെ ഒരു പ്രൈവറ്റ് പരിപാടി ആയതുകൊണ്ട് നമ്മളതിന് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇത് അതിനും കൂടെ പറ്റിയൊരു സ്ഥലമാണ്, നല്ലൊരു പ്ലേസാണ്, അതിനുള്ള സ്പേസും ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ ഇതിനകത്ത് തന്നെ നിറയെ കോഫി ഷോപ്പുകളും അങ്ങനെയുള്ള ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തുമുണ്ട് ഒക്കെ. അപ്പോൾ എന്തായാലും അബുദാബിയിലുള്ളവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ, കുറേ പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു സ്ഥലം, എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് എസ്പെഷ്യലി വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു, കാരണം കാലാവസ്ഥ നല്ലതായിരിക്കും. പിന്നെ സമയം രാത്രി 12 മണി വരെ ഈ പാർക്ക് ഓപ്പൺ ആണ്. ഇത്രയൊക്കെയാണ് ഈ പാർക്കിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.